മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. രാജ്യത്തിന്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ജീവവചന ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കരച്ചിലും പല്ലുകടിക്കും അവസരം ഉണ്ടാക്കരുത് എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടപ്പിറവുകളെ പുത്രന്മാർ എന്ന് പറയുമ്പോൾ അവകാശമുള്ളവരാണ്. എന്നാൽ അവകാശത്തിന്റെ വില തിരിച്ചറിയാത്തവരാകയാൽ പുത്രന്മാരിൽ പലരും തള്ളപ്പെടും എന്ന ഒരു സത്യം നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവ് വളരെ ശക്തമായി പഠിപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ രാജ്യത്തിന്റെ പുത്രന്മാർ എന്ന് ചിന്തിച്ചിരുന്നവർ ജന്മന രാജ്യത്തിന്റെ അവകാശികളാണ് എന്ന് ഭാവിച്ചിരുന്നവരാണ്. ഭാവിച്ചിരിക്കുന്നവരെ അല്ല, രാജ്യത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ച് രാജ്യത്തിന്റെ അവകാശം സ്വന്തമാക്കിയെടുക്കുന്നവരാണ് യഥാർത്ഥ പുത്രന്മാർ. ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാകയാൽ ഞങ്ങൾ ഒരിക്കലും രാജ്യത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയില്ല എന്ന് വിശ്വസിച്ചിരുന്നവർ പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളപ്പെടുകയും അപ്പോൾ തന്നെ മറുവശത്ത് വിശ്വസിക്കാത്ത സന്തതികളുടെ സ്ഥാനത്ത് വിശ്വസിക്കുന്ന ജാതികൾ ഉണ്ടായിരിക്കുകയും ചെയ്യും. രാജ്യത്തിന് പുത്രന്മാർ അവർക്ക് മാനസാന്തരപ്പെടുന്നതിന് അധികം സമയവും സന്ദർഭങ്ങളും ലഭിച്ചവരായിരുന്നു. എന്നാൽ ആ സന്ദർഭങ്ങളൊന്നും അവർ ഉപയോഗിച്ചില്ല എന്നതിനാൽ അവരുടെ സ്ഥാനം മറ്റുള്ള വിശ്വസിച്ച ജാതികൾക്കായിപ്പോയി. കർത്താവ് പറഞ്ഞത്, അവകാശികളായ അനേകർ തള്ളപ്പെട്ടപ്പോൾ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ജാതികളിൽ നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഒപ്പം ദൈവരാജ്യത്തിൽ പന്തിക്കിരിക്കുമെന്നതാണ്. അവർ വെളിച്ചമായ ദൈവസാന്നിധ്യത്തിലേക്ക് ചേർക്കപ്പെടും. എന്നാൽ വെളിച്ചത്തിലായിരിക്കേണ്ടവരായ അനേകം അവകാശികൾ മാനസാന്തരപ്പെടായികയാൽ രാജ്യത്തിൽ നിന്നും ഇരുട്ടിലേക്ക് തള്ളപ്പെടുകയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും, അവിടെ മാനസാന്തരത്തിനിടമില്ല എന്ന് ദൈവവചനം വ്യക്തവും ശക്തമായി പഠിപ്പിക്കുന്നു. പ്രിയരെ, സ്വർഗരാജ്യത്തിന്റെ സന്തോഷത്തെയും അവകാശത്തെയും പദവിയെയും ഒരു സദ്യയായി ഉപമിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ്. ദൈവത്തിന്റെ സാക്ഷ്യം പ്രാപിച്ച അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരോടൊപ്പം സ്വർഗരാജ്യത്തിൽ പ്രവേശനം ലഭിക്കുന്നത് വളരെയേറെ വിലമതിക്കപ്പെട്ട പദവിയും അംഗീകാരവുമാണെന്ന് കർത്താവ് വെളിപ്പെടുത്തി. അബ്രഹാമിന്റെ വിശ്വാസവും ഇസഹാക്കിന്റെ അനുസരണവും യാക്കോബിന്റെ പ്രത്യാശയും സ്വർഗം അംഗീകരിച്ചതും വളരെയേറെ പ്രശംസിക്കപ്പെട്ടതുമായിരുന്നു. അവരോടൊപ്പം സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കുമെന്നത് അവർക്കൊപ്പം സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നതിൻ്റെ ആ ഭാഗ്യകരമായ അവസ്ഥയെ കാണിക്കുന്നതാണ്. ഞങ്ങൾ അബ്രഹാമിന്റെ മക്കൾ, ഞങ്ങൾ ജന്മനാ രാജ്യത്തിന് പുത്രന്മാർ എന്ന് ഭാവിച്ചിരുന്നതുമായ അബ്രഹാമി സന്തതി പരമ്പരകളിൽ അബ്രഹാമിന്റെ വിശ്വാസമില്ലാത്തവരായ, തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് ദൈവം തിരഞ്ഞെടുത്ത് നിയമങ്ങളും ചട്ടങ്ങളും കൊടുക്കപ്പെടുകയും എന്നാൽ അതൊന്നും പാലിക്കാതെ മറക്കുകയും ചെയ്ത, ഞങ്ങൾ പന്തിക്കിരിക്കുവാൻ യോഗ്യർ എന്ന് അഭിമാനിച്ചിരുന്ന അനേകം രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെടുകയും വേർപെട്ട ആരാധന, വിശ്വാസത്തിൻ്റെ ആരാധന അർപ്പിക്കുവാൻ ഇറക്കപ്പെട്ടിട്ട് ദൈവവചനത്തെ തങ്ങൾക്ക് പുറകിൽ എറിഞ്ഞു കളയുകയും ക്രിസ്തുവിൻ്റെ രക്തം തങ്ങളെ വിലയ്ക്ക് വാങ്ങുകയും ശുദ്ധീകരിക്കുകയും ചെയ്ത ആ കാൽവറിയിലെ രക്തം മലിനമെന്ന് തങ്ങളുടെ ജീവിത നിലവാരം കൊണ്ട്, തങ്ങളുടെ നടപ്പ് കൊണ്ട്, തങ്ങളുടെ ഭാവം കൊണ്ട് വെളിപ്പെടുത്തുകയും ചെയ്ത അനേകർ തള്ളപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ടെന്നും ആടുകളുടെ മഹാ ഇടയനായ കർത്താവ് തന്നെ ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുകയും ക്രിസ്തു മൊഴികളെയും അപ്പോസ്തോലിക ഉപദേശങ്ങളെയും അനുസരിക്കായികയാൽ ഞങ്ങളിൽ സത്യവിശ്വാസമല്ല ഉള്ളത് എന്ന് പ്രവൃത്തിയാൽ വെളിപ്പെടുത്തുവാൻ അനേകരെ ഈ ലോകത്തിന്റെ ദൈവം ഇന്നും വശീകരിച്ചു കൊണ്ടിരിക്കുന്നു. വശീകരിക്കപ്പെട്ടു പോയവർ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയപ്പെടും. ഇത് ഭാവിയിൽ വെളിപ്പെടാൻ പോകുന്ന നിത്യകാല ശിക്ഷയെയാണ് ഇവിടെ ഓർപ്പിക്കുന്നത്.
റോമാക്കാർ അവരുടെ കാലത്ത് നടത്തിയിരുന്ന ഒരു ശിക്ഷാരീതിയായിരുന്നു തടവ് പുള്ളികളെ ഭൂമിക്കുള്ളിൽ കുഴിച്ച അറകളിൽ ഇടുക എന്നത്. വെളിച്ചം കിട്ടാതെ അവർ കൂരിരുട്ടിൽ കരച്ചിലോടും പല്ലുകടിയോടും കൂടി കഴിഞ്ഞിരുന്നു. പണ്ട് യഹൂദ സംസ്കാരത്തിൽ കല്യാണ സദ്യകൾ രാത്രികളിലാണ് നടന്നിരുന്നത്. ആ സദ്യകളിൽ പങ്കെടുക്കുന്നവർക്ക് അകത്ത് വെളിച്ചവും പങ്കെടുക്കാത്തവർക്ക് അവരായിരിക്കുന്ന പുറത്ത് ഇരുട്ടുമാണ്. ഈ കല്യാണ സദ്യയെ കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയോട് ഉപമിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കപ്പെടുമ്പോൾ അല്ലാത്തവർ നിത്യമായ അന്ധകാരത്തിലേക്ക് പോകേണ്ടതാണ് എന്നാണ് ഈ കല്യാണ സദ്യയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ കരച്ചിലും പല്ലുകടിയും എന്നത് വെളിപ്പെടുത്തുന്നത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ അവസരം ഉണ്ടായിരുന്നിട്ടും കിട്ടിയ അവസരം പാഴാക്കുകയും ദൈവരാജ്യത്തിൽ തങ്ങൾക്കുള്ള അവസരം ഉപയോഗിച്ച് പ്രവേശിക്കപ്പെട്ടിട്ട് അതിൽ നിലനിൽക്കാതെ പിന്മാറിപ്പോവുകയും ചെയ്തിട്ട് തൽഫലമായി അന്ധകാരത്തിൽ വീഴേണ്ടി വരികയും ചെയ്യുന്നവരുടെ അനുഭവമാണ് കരച്ചിലും പല്ലുകടിയുമെന്നത്. അവർ പുറത്താക്കപ്പെട്ടു എന്നതല്ല കരച്ചിലും പല്ലുകടിക്കും കാരണം. ദൈവരാജ്യത്തിൽ നിലനിൽക്കപ്പെടേണ്ട തങ്ങൾ പുറത്താക്കപ്പെടുമ്പോൾ തങ്ങളുടെ പിതാക്കന്മാരോടൊപ്പം, സകല പ്രവാചകന്മാരോടൊപ്പം, അപ്പോസ്തലന്മാരോടൊപ്പം ജാതികളായി അനേകർ ഇരിക്കുന്നത് കാണേണ്ടി വരുന്നതാണ് കരച്ചിലിനും പല്ലുകടിക്കും കാരണം. കരച്ചിൽ എന്നത് തങ്ങൾക്ക് വന്നുപോയ ദുസ്ഥിതി കാരണവും പല്ലുകടി എന്നത് തങ്ങൾക്ക് കിട്ടേണ്ട സ്ഥാനം വേറെ പലർക്കും കിട്ടിയതും ആയിത്തീരും. അതുകൊണ്ട് കൂടപ്പുറപ്പുകളെ, ലഭിക്കുന്ന അവസരങ്ങൾ പാഴാക്കി കളയരുതേ. ദൈവരാജ്യത്തിൽ പ്രവേശിക്കപ്പെടാനുള്ള അവസരങ്ങൾ ശക്തമായി ഉപയോഗിക്കുക. ഇതിനോടകം പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചവർ തങ്ങളുടെ അവകാശം വിട്ടുകളഞ്ഞ് പിന്മാറിപ്പോകാതെ ദൈവരാജ്യത്തിൽ നിലനിൽക്കുവാൻ താല്പര്യപ്പെടുക. അതിനുള്ള കൃപ പരിശുദ്ധനായ കർത്താവ് നിങ്ങളുടെ മേൽ ചൊരിഞ്ഞു തരും. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ കർത്താവെ, കരച്ചിലും പല്ലുകടിയും ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നവരാകുവാൻ അറിയാതെ പോലും അവകാശത്തിലേക്ക് നീക്കപ്പെടുവാൻ ഇടയാകാതെ കർത്താവെ, ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും പ്രാപിച്ച് സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കുന്ന ഭാഗ്യാനുഭവം പ്രാപിച്ച് മുന്നേറുവാൻ, അതിൽ നിലനിന്ന് സന്തോഷിച്ച് മുന്നേറുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. അപ്രകാരം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിൻ്റെ വലിയ കൃപ ചൊരിയേണ്ടതിന് വേണ്ടി അപേക്ഷിക്കുന്നു. ഇന്ന് പകലിൽ ആഗ്രഹിക്കുന്ന ദൈവികത പ്രകാര വിഷയങ്ങളുടെ മറുപടികളും പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അനേകർക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ പ്രചോദനമേകുന്ന വ്യക്തിത്വങ്ങളായി സാക്ഷ്യമുള്ളവരായി നിലകൊള്ളുവാനും എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പച്ച പ്രാർത്ഥന കേട്ട വൻകൃപയ്ക്കായി സ്തോത്രം. സകല മാനവമഹത്വം പുകഴ്ചയും അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിനെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന പച്ച ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരീ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.